അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തേക്കുന്ന നല്ല അടിപൊളി ഒരു രസം റെസിപ്പിയാണ് കേട്ടോ. കിടുക്കാച്ചയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ ഒരു രസം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വേറെ ഒന്നും ഇല്ലെങ്കിലും ഈ രസം മാത്രം ഒഴിച്ചിട്ട് ചോറ് വാരി ഒരു പറ ചോറുണ്ണാൻ പറ്റും. അതേയാണ് അടിപൊളിയായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കൂട്ടുകാരെ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സപ്പോർട്ടൊക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കണ്ടാലോ. ആദ്യം നമ്മളൊരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് വെളുത്തുള്ളി, ഒരു 1.5 സ്പൂൺ കുരുമുളക്, ഒരു 3/4 ടീസ്പൂൺ നമ്മൾ ചെറിയ ജീരകം, ഒരു 2 വറ്റൽമുളക് കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളുണ്ട് ഇത് കണക്ക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മളിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, കുറച്ച് കരിവേപ്പില, ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 പറ്റൽമുളക് 2ആയിട്ട് കീറി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളപ്പം നേരത്തെ ചതച്ച് വെച്ചേക്ക് നമ്മൾ അരപ്പിട്ട് കൊടുക്കും. 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, ഇനി നമ്മൾ 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കും. ഇനി നമുക്കിനകത്തൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി നമുക്കിനകത്ത് പാകത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് നല്ലോണം തിളപ്പിക്കാം. നല്ല തിളച്ചു വരുന്ന സമയത്ത് നമുക്കിത് തുറക്കാം. ഈ സമയത്താണ് നമ്മൾ പുളി ചേർക്കുന്നത്. നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, അത് വെച്ച് കൊടുക്കുക. കുറച്ച് കായപ്പൊടി, കുറച്ച് മല്ലിയില, കുറച്ച് അധികം വേണം കേട്ടോ. ഇനി പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇളക്കി സെറ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. മസാല എല്ലാം കറക്റ്റ് ആണോ ഇല്ലേ നമുക്കൊന്ന് നോക്കണ്ടേ. അപ്പം നമുക്ക് ശകലം എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്, അത് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അടിപൊളി കിടുക്കാച്ചി രസം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ നമുക്ക് വയറുവേദനയ്ക്കൊക്കെ കുടിക്കാൻ പറ്റും. നല്ല സൂപ്പുമാര് അടിപൊളിയായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ വയറുവേദനയൊക്കെ മാറി കിട്ടും. നല്ല അടിപൊളി സംഭവമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂട്ടെ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.